ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിഞ്ഞ അധ്യായമായി ചെങ്കോട്ടാക്രമണം ഒരു ഉണങ്ങാത്ത മുറിവായി എന്നും കിടക്കും. രാജ്യത്തിന്റെ ഹൃദയഭൂമികയെ പ്രകമ്പനം കൊള്ളിച്ച സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യ ഇനിയും മുക്തമായിട്ടില്ല. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഒരു ഭീകര സംഘടനയും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സൂചനകൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒറ്റ പേരിലേക്കാണ്: മസൂദ് അസർ, ജെയ്ഷെ മുഹമ്മദ്. പാകിസ്ഥാന്റെ തണലിലിരുന്ന് അവരുടെ സഹായത്തോടെ ഇന്ത്യയുടെ നെഞ്ചകം പിളർക്കുന്ന ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഉത്തരവിടുകയാണ് ഒരിക്കൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ മസൂദ് അസർ എന്ന ലോകോത്തര കൊടും ഭീകര കുറ്റവാളി. ഐക്യരാഷ്ട്രസഭ വരെ ഭീകര കുറ്റവാളിയായി കൊടും ഭീകരനായി മുദ്രകുത്തിയ മസൂദ് അസറിനെ ഇന്നും തീറ്റിപ്പോറ്റുന്നത് പാകിസ്ഥാനാണെന്നാണ് ആക്ഷേപം. പാകിസ്ഥാൻ ഇക്കാര്യം ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും ഈ കൊടും ഭീകരൻ പാകിസ്ഥാനിലുണ്ട് എന്ന് അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടും ഇയാൾ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിലൂടെ മസൂദ് അസറും ജെയ്ഷെ മുഹമ്മദും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ ആരാണ് മസൂദ് അസർ എന്ന് അറിയണം. 3 പതിറ്റാണ്ടിലധികമായി ഇന്ത്യക്ക് സ്ഥിരം തലവേദനയും ഭീഷണിയുമായി മാറിയിരിക്കുകയാണ് മസൂദ് അസർ. മസൂദ് അസറും ജെയ്ഷെ മുഹമ്മദും കേന്ദ്രസ്ഥാനത്ത് വരുന്ന ഒട്ടനവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, 2019 പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയുടെ നെഞ്ചിൽ ഉണങ്ങാത്ത മുറിവുണ്ടാക്കിയ കൊടും ഭീകരാക്രമണങ്ങളെല്ലാം മസൂദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോഴിതാ ചെങ്കോട്ട സ്ഫോടനം കൂടി ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാൻ ഒരുങ്ങുകയാണ്. ജിഹാദി പരിശീലനത്തിന് താൻ യോഗ്യനല്ല എന്ന് ഒരിക്കൽ സ്വയം പറഞ്ഞ മസൂദ് അസർ ഇന്ന് പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രബലമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ്. 1968 പാക് അധീന പഞ്ചാബിലെ ബഹാവൽപൂരിലായിരുന്നു ജനനം. വൈകാതെ അഫ്ഗാനിസ്ഥാനും സോവിയറ്റുമായി നടന്ന യുദ്ധത്തിൽ ഹർക്കത്തുൽ അൻസാർ എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഭീകരവാദത്തിലേക്ക് കാലെടുത്തു വെച്ചു. വൈകാതെ ഹർക്കത്തുൽ അൻസാറിന്റെ ജനറൽ സെക്രട്ടറിയായി. കശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഹർക്കത്തുൽ അൻസാറിന്റെ പിന്തുണയുണ്ട് എന്ന് 1998 ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയിരുന്നു. അന്ന് മസൂദ് അസർ ഇന്ത്യൻ ജയിലിലുണ്ട്. 1994 മസൂദ് അസറിനെ കശ്മീരിലെ ഖനബാളിൽ വെച്ച് ഇന്ത്യ അറസ്റ്റ് ചെയ്യുന്നത്. 5 വർഷം മസൂദ് അസർ ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിലായിരുന്നു. അവിടെ ഒടുങ്ങുമായിരുന്ന ഒരു അധ്യായമാണ് ഇന്ന് ഇത്തരത്തിൽ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു വടവൃക്ഷമായി പടർന്നിരിക്കുന്നത്. 1999 ഇന്ത്യൻ വിമാനം റാഞ്ചിപ്പെട്ടു. കാണ്ഡഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയ ആ വിമാനം വിട്ടുകിട്ടുന്നതിനുള്ള ഏക ഉപാധി മസൂദ് അസറിനെ വിട്ടുകൊടുക്കുക എന്നതായിരുന്നു. ഏറെ ചർച്ചകൾക്കൊടുവിൽ അന്ന് ഇന്ത്യ വിട്ടുകൊടുത്ത മസൂദ് അസർ പാകിസ്ഥാനിൽ ജന്മസ്ഥലമായ ബഹാവൽപൂരിൽ തിരിച്ചെത്തി. വൈകാതെ തന്നെ ഇന്ത്യക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു. രക്തക്കൊതി പൂണ്ട കൊടും ഭീകരനെ വിട്ടയച്ചതിൻ്റെ തിക്തഫലമാണ് ഇന്ത്യ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളവും പാക് ചാരസംഘടനയായ ISIയുമാണ് മസൂദിനെ പരിലാളിച്ച് സംരക്ഷിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇക്കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ നടത്തിയ എല്ലാ ഭീകരാക്രമണങ്ങൾക്കും മസൂദിന് സഹായം കൊടുക്കുന്നത് ISI ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യം ഇന്ത്യ പരസ്യമായി ഉന്നയിച്ചിട്ടുമുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മസൂദ് അസറിനെ. പാകിസ്ഥാനാണ് മസൂദ് അസറിനെ സംരക്ഷിക്കുന്നത് എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. പാകിസ്ഥാൻ ഇത് ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും പാക് സൈന്യത്തിന്റെ ഉറച്ച പിന്തുണയോടെ ബഹവൽപൂരിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നയിടത്താണ് മസൂദ് അസറിന്റെ താമസം. ഒരു പള്ളിക്കും ആശുപത്രിക്കും ഇടയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ആക്രമണം തടയുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ആശുപത്രിയെയോ പള്ളിയെയോ ആരും ആക്രമിക്കില്ലല്ലോ. ഈ വീടിന് സൈന്യത്തിൻ്റെ കാവലുണ്ട് എന്നും പറയപ്പെടുന്നു. പാകിസ്ഥാന്റെ സംരക്ഷണയിലാണ് മസൂദ് അസറിന്റെ സ്വതന്ത്ര വിളയാട്ടം. വർഷങ്ങളായി നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ അസറിന്റെ അടുത്ത കുടുംബാംഗങ്ങളും നിരവധി സഹായികളും അനുയായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മസൂദ് രക്ഷപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മെയ്യിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദിന്റെ സഹോദരി അടക്കം കുടുംബത്തിലെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യ ആക്രമിച്ച 9 ഭീകര ക്യാമ്പുകളിൽ ഒന്നായിരുന്നു ബഹാവൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാനല്ലാഹ്. ഈ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവ്, അനന്തരവൻ, ഭാര്യ, അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവരടക്കം 10 പേർ കൊല്ലപ്പെട്ടു. ഇക്കാര്യം പിന്നീട് അസർ തന്നെയാണ് സ്ഥിരീകരിച്ചത്.
ഈ മരണങ്ങളിൽ തനിക്ക് ഖേദമോ നിരാശയോ ഇല്ലെന്നും എന്നാൽ കുടുംബാംഗങ്ങൾക്കൊപ്പം മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അസർ പിന്നീടൊരിക്കൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതിനു മുൻപ് കഴിഞ്ഞ നവംബറിലാണ് ഇന്ത്യക്കെതിരായ ആക്രമണം തുടരുമെന്ന് മസൂദ് അസർ ഒരു പൊതുപ്രസംഗത്തിൽ പ്രതിജ്ഞയെടുത്തത്. ജമ്മു കാശ്മീരിൽ ആക്രമണം ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തിൽ മസൂദ് അസറിനും ജെയ്ഷയ്ക്കുമെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഒരു നടപടിയും എടുത്തില്ല. ഒടുക്കം അത് കലാശിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തിലാണ്. ഭീകരവാദത്തിനെതിരെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമായത്. മസൂദ് അസർ ഇന്നും പാകിസ്ഥാനിലുണ്ട്. 2019 മെയ് 1 ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 2001 ഇന്ത്യയുടെ ആവശ്യപ്രകാരം അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഒരു വർഷത്തിന് ശേഷം വിട്ടയച്ചു. മറ്റൊരു നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെയും അസ്വറിനെയും കൈമാറാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അജ്ഞത നടിക്കുകയായിരുന്നു പാകിസ്ഥാൻ. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പ്രാഥമിക അന്വേഷണ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലേക്കാണ്. ഇക്കാര്യം പോലീസോ NIA ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും JEMന്റെ പങ്ക് സംശയിക്കാവുന്ന വിവരങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത്.